दासियों का हम धन्यवाद करते हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। വളരെ സമാധാനത്തോടെ നാം ഈ പകലായിരിക്കുന്നല്ലോ. बहुत ही समाधान के साथ हम लोग आज के दिन बैठे हुए हैं। വളരെ മനോഹരമായ ഗീതങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിക്കുകയായിരുന്നല്ലോ. बहुत ही मनोहर गीतों के साथ हम परमेश्वर की आराधना कर रहे थे। മഹിമ മഹിമ പ്രഭു യേശുവിൻ കർത്താവിന് സ്തോത്രം ചെയ്ത് നമ്മൾ രാവിലെ ആരംഭിച്ചു. गाने कुछ ऐसे थे कि महिमा और महिमा हो प्रभु यीशु की। നമ്മൾ പാടിയതുപോലെ തേനിലും മധുരമായി കർത്താവിന്റെ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. जैसे हमने गाया है कि चट्टान के मधु से भी मीठा परमेश्वर का वो नाम है। നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കാം. हम कुछ समय परमेश्वर की उपस्थिति में बैठेंगे। നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇന്ന് രാവിലെ സംസാരിക്കും. निश्चित रूप से परमेश्वर की आत्मा हमसे बातें करेगा। വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ദൈവം ഭാഗമായിരിക്കുന്നു. प्रार्थना पूर्वक हम लोग बैठेंगे आज के दिन। മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 2ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് കുറിവ് വാക്യമായിട്ട് വായിക്കുന്നത്. आज हम लोग एक वचन को पढ़ेंगे जो कि हमारा संदेश का मूल होगा। वो है मत्ती मत्ती के सुसमाचार 27 अध्याय का पहला और दूसरा वचन। യെസ്, മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. വളരെ സുപരിചിതമായ വാക്യമാണ്. ഇന്ന് രാവിലെ ഒരുമിച്ച് നിൽപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത്. मत्ती के सुसमाचार 27वें अध्याय का पहला और दूसरा वचन हमें बहुत ही सुपरिचित एक आयत है। ജീവിതത്തിന്റെ വഴികളിൽ തന്നെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു ചിന്തയാണ് നാം ഇന്ന് രാവിലെ ഒരുമിച്ച് കർത്താവിൽ ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. हमारे जीवन में, हमारे रोजमर्रा के जीवन में हमें बहुत ही एक सामर्थ्य देने वाला वचन है। വാക്യം ഇങ്ങനെയാണ്. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ച് കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. वहां ऐसा लिखा हुआ है, जब भोर हुई तो सब प्रधान याजकों और लोगों के पुरनियों ने यीशु को मार डालने की सम्मति की। उन्होंने उसे बांधा और ले जाकर पिलातुस हाकिम के हाथ में सौंप दिया। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। നാം വായിക്കുന്നു, ബന്ധിച്ച് ഏൽപ്പിച്ചു. ബന്ധിച്ചു ഏൽപ്പിച്ചു. 2 വാക്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്, 2 പദങ്ങൾ. यहाँ पे 2 हम शब्दों को अब गौर करेंगे। यहाँ ऐसा लिखा है, उसे बांधा और उसे ले जाकर दे दिया, सौंप दी। സോൾവ് ചെയ്യുക. എത്ര സന്തോഷം. നാം വളരെ ചിന്തിക്കുമ്പോൾ ഇത് നമുക്കറിയാം. കർത്താവിനെ അവർ രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം മഹാപുരോഹിതന്റെ വീട്ടിൽ രാത്രി മുഴുവൻ യേശുവിനോട് ചോദ്യം ചെയ്യുന്ന, യേശുവിനെ ന്യായവിധിപ്പാൻ ശ്രമിക്കുന്ന സൻഹദ്രീൻ സംഘത്തിന്റെ കാഴ്ചയാണ് ഇതുവരെ നാം കാണുന്നത്. अब तक हम इस पीछे कहानी को बहुत अच्छे से जानते हैं कि यीशु मसीह को शाम या रात के समय पर गत्सेमनी की बारी से उनके दुश्मनों ने उसे उठा लिया था, उसे गिरफ्तार किया था और उसके बाद उसे महापुरोहित के सामने ला करके पूरा रात को उसको प्रश्न किया था उसके सामने। സൻഹദ്രീൻ സംഘം എന്ന യഹൂദ മതപണ്ഡിതന്മാരുടെ കൂട്ടം യേശുവിനെ രാത്രി മുഴുവൻ വിസ്തരിക്കുകയാണ്. सनहेद्रीन नाम की समूह ने परमेश्वर यीशु मसीह को पूरी रात उससे प्रश्न और उत्तर किए। രാത്രി മുഴുവൻ വിസ്തരിച്ച കർത്താവിനെ അവർ രാവിലെ ബന്ധിച്ച് നാടുവാഴിയായിരുന്ന പീലാത്തോസിനെ ഏൽപ്പിച്ചതാണ് ഇവിടുത്തെ ചിന്താവിഷയം. यहाँ का चिंता का विषय ये है कि वो यीशु मसीह को जिन्होंने जिसे उन्होंने रात भर प्रश्न किए, उन्हें अगले दिन सुबह वो बांध करके सौंपने का एक षड्यंत्र बना रहे थे। ഇത് വായിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ആളിന് ഒരു വളരെ ദുഃഖം തോന്നുന്ന ചിന്തയാണ്, അയ്യോ കർത്താവിനെ ബന്ധിച്ചു കൊണ്ടുപോയി അല്ലെങ്കിൽ യേശുവിനെ പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വാക്കുകൾ. एक साधारण मनुष्य इन वचनों को पढ़ेगा तो उसके दिल में एक शोक या एक दुख आएगा कि यीशु मसीह को बांधा गया और उसे ले जाकर पिलातुस हाकिम के हाथ में सौंप दिया। എന്നാൽ നമുക്കറിയാം, കർത്താവിന് ഈ ബന്ധങ്ങളെല്ലാം അഴിച്ച് കർത്താവ് പുറത്തു വന്നു എന്നതാണ് നമുക്കറിയാവുന്ന ആത്മീയ സത്യം. एक आत्मिक सत्य यही है कि हम जानते हैं जो कि यीशु मसीह इन बाधाओं से बाद में बाहर आ गया था। അപ്പോൾ ഈ വാക്യങ്ങൾ നാം ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന ചിന്ത, നമ്മെ കർത്താവിന്റെ ശരീരമായ ദൈവസഭയെ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയെ ആരെല്ലാം ഒതുക്കുവാൻ ശ്രമിച്ചാലും, ബന്ധിക്കുവാൻ ശ്രമിച്ചാലും, ഏൽപ്പിക്കുവാൻ ശ്രമിച്ചാലും അവിടെ നിന്നെല്ലാം പുറത്തു വരുന്നൊരു വലിയ ദൈവിക സാന്നിധ്യമാണ്, ദൈവിക शक्तिയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. इन बातों को हम समझ सकते हैं कि चाहे जितने भी विरोधी हमें बांधे, हमें किसी हाकिम के हाथ में सौंप दे, लेकिन उसे बाहर निकालने की सामर्थ परमेश्वर के हाथों में है। ആമേൻ. വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചാൽ നമുക്കറിയാം, കർത്താവിനെ ഉപദ്രവിക്കുന്നു. നമ്മുടെ
അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചു. അതുപോലെ തന്നെ സഭാപിതാക്കന്മാരെ ആദിമ സഭയെല്ലാം ഉപദ്രവിച്ച വലിയ ഉപദ്രവത്തിന്റെ ചരിത്രമാണ് നാം വിശുദ്ധന്മാർക്കെതിരെ വിശുദ്ധ തിരുവഴുത്തിലും ചരിത്രത്തിലും കാണുന്നത്. अब कलीसिया के इतिहास को हम देखेंगे कि यीशु मसीह के बाद भी परमेश्वर यीशु मसीह के चेलों को और उसके बाद में कई सारे प्रभु के भक्तों को और विश्वासी गणों को उपद्रव से उपद्रव करके बहुत ही उपद्रव की पीड़ा से होकर गुजरना पड़ा था। എത്ര പേര് വാക്യം വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചു? അവനെ ബന്ധിച്ചു, അവനെ ഏൽപ്പിച്ചു. कितने लोगों ने इन वचनों को ध्यान दिया कि उन्होंने उसे बांधा और ले जाकर सौंप दिया। അതെ, പുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അടങ്ങുന്ന സൻഹദ്രീൻ സംഘം യേശുവിനെ ബന്ധിക്കുന്നു, യേശുവിനെ നാടുവാഴിയായിരുന്ന പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നാണ് വായിക്കുന്നത്. उस सनहदरीन के समूह ने यीशु मसीह को बांधा और पिलातुस हाकिम के हाथ में सौंप दिया। അപ്പോൾ രാത്രി മുഴുവൻ യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിനെ കൊല്ലുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ അധികാരമില്ലാതിരുന്ന സൻഹദ്രീൻ സംഘമാണ് കൊല്ലുവാൻ അധികാരം ഉണ്ടായിരുന്ന നാടുവാഴിയായിരുന്ന പീലാത്തോസിനെ ഏൽപ്പിക്കുന്നത്. सरहद्रीन जो थी समूह उनके पास जो मारने का और मार डालने का वो हक नहीं था, वो उन्हें नहीं थी, लेकिन वो पिलातुस जो हाकिम था उसके पास मारने का पूरा एक ताकत थी उसके पास। അപ്പോൾ ശ്രദ്ധിക്കുക, അവർ രാത്രി മുഴുവൻ ശ്രമിച്ചു, പക്ഷെ നടക്കാതിരുന്ന വലിയ പ്രശ്നം അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുന്നുള്ള അവരുടെ ലക്ഷ്യം, അതിന്റെ പരിഹാരത്തിനായി അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി യേശുവിനെ നാടുവാഴിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആ സൻഹദ്രീൻ സംഘത്തിന്റെ പ്രവൃത്തിയാണ് ഈ വാക്യത്തിന്റെ ഉള്ളടക്കം. तो पूरी रात मेहनत करने के बाद जब उन्हें एहसास हुआ कि हम उन्हें अब इसे नहीं मार सकते, इन्हें मारना, यीशु मसीह को मारना उनका लक्ष्य वो पूरा नहीं हो सका, तो उन्होंने अगले दिन हाकिम पिलातुस के हाथ में सौंपने का विचार किया। അപ്പോൾ അവർ ചിന്തിക്കുന്നു, അവർക്ക് കഴിയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നാടുവാഴിയായ പീലാത്തോസിനാൽ അത് നടക്കും എന്നുള്ള ബോധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. इन बातों का बोझ था कि जो बातें हमसे पिछली रात पूरी नहीं हुई वो अगले दिन हाकिम पिलातुस के हाथ से हो सकता है। ഒരു കൂട്ടം ആളുകൾക്ക് കഴിയാതിരുന്ന കാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു അധികാരിയായിരുന്ന ഗവർണറായിരുന്ന പീലാത്തോസിനെ ഏൽപ്പിക്കുന്ന യഹൂദ മത നേതാക്കൾ, यहूदी की जो नेता थे, जहाँ वहाँ अधिपति थे, उन्होंने बहुत कोशिश किया, तो उनके बाद जो हाकिम का उनको पिलातुस को हाथ में देने का उन्होंने निर्णय लिया। അപ്പോൾ അവരാൽ അസംഭവമായ അവരാൽ സാധ്യമല്ലാത്ത കാര്യങ്ങൾ പീലാത്തോസിനാൽ നാടുവാഴിയായ റോമൻ ഗവൺമെന്റിന്റെ അതേ അധികാരിയായിരുന്ന പീലാത്തോസിന്, യഹൂദിയുടെ ഗവർണർ ആയിരുന്ന പീലാത്തോസിന് കഴിയുമെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. वो ऐसा विश्वास की कि जो बातें उनसे संभव नहीं थी वो बातें हाकिम पिलातुस और यहूदी सरकार के राजा पिलातुस से संभव था। നമുക്കറിയാം, ചരിത്രം വായിക്കുമ്പോൾ AD 26 മുതൽ 36 നാടുവാഴിയായിരുന്ന ഗവർണറായിരുന്നു പിലാത്തോസ്. हम जानते हैं कि जो पिलातुस राजा था वो AD 26 से लेकर के और 36 तक वो राज किया था। അപ്പോൾ ആ അധികാരിയായിരുന്ന പീലാത്തോസിന്റെ കയ്യിലേക്ക് യേശുവിനെ ഏൽപ്പിക്കുന്ന പദം ശ്രദ്ധിക്കുക, യേശുവിനെ ബന്ധിക്കുന്നു, ഏൽപ്പിക്കുന്നു. वहां ऐसा लिखा हुआ है कि यीशु मसीह को उन्होंने बांधा और उसे उसके हाथ में सौंप दिया। യേശു കർത്താവ് ബന്ധിക്കപ്പെട്ടവനായി പീലാത്തോസിന്റെ അരമനയിൽ നിൽക്കുകയാണ്. अब इस वक्त में यीशु मसीह पिलातुस के सामने एक बंदी बनकर खड़ा हुआ है, ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവൻ. एक सौंप दिया हुआ मनुष्य। നോക്കിയാൽ തീർത്തും മനുഷ്യർ തള്ളിക്കളഞ്ഞൊരു മനുഷ്യൻ. एक दिखने में एक ऐसा मनुष्य जिसे मनुष्यों ने त्याग दिया हो। ശ്രദ്ധിക്കുക, വളരെ പ്രാർത്ഥനയോടെ നാം ആ ചിത്രം ഇന്ന് രാവിലെ കണ്ടാൽ ഒരുപക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തോന്നും, അയ്യോ കർത്താവ് എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. एक बार अपने आंखों में, हम आत्मिक आंखों से अगर देखें यीशु मसीह को आज पिलातुस के सामने खड़े हुए, तो अचानक से हमारे दिल में एक शोक आएगा। പലപ്പോഴും സുവിശേഷ നിമിത്തം ഇതുപോലെയുള്ള മാനസിക സംഘർഷത്തിൽ നാം എല്ലാം ആകാറുണ്ട്. कई बार हमारे जीवन में हम जब बहुत ही मानसिक, बहुत तनाव से होकर गुजरते हैं, तो ऐसे वक्त आते हैं। ബന്ധിക്കപ്പെട്ടവരായി, ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരായി നാടുവാഴികളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ. ऐसे कई सारे अनुभव हमारे जीवन में आते हैं जहाँ पे हम टूट करके, हमारे पास कोई नहीं होता, हम एक हाकिम के सामने खड़े हुए होते हैं। ശ്രദ്ധിക്കുക, അപ്പോൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തവനായി അധികാരിയുടെ മുമ്പിൽ കുറ്റമൊന്നും ചെയ്യാതിരുന്നിട്ടും കുറ്റവാളിയെ പോലെ നിൽക്കുന്ന നസറേനായ യേശുവിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. हम यहाँ देखते हैं कि ऐसे मनुष्य को जिसके पास उस समय कोई अधिकार नहीं, जो कुछ नहीं कर सकता और जो निर्दोष था, एक राजा के सामने खड़ा हुआ है। അപ്പോൾ ആ സൻഹദ്രീൻ സംഘത്തിലെ മൂപ്പന്മാർ വിചാരിച്ചു, അവർ
ചെയ്യാതിരുന്ന കാര്യങ്ങൾ നിശ്ചയമായും പീലാത്തോസ് ചെയ്യുവാൻ പോകുന്നു. तो सनहेद्रीन समूह ने ये सोच लिया था कि विचार किया था कि जो बातें उनसे संभव नहीं थी वो पिलातुस हाकिम से संभव है। ഇപ്പോൾ പീലാത്തോസ് കർത്താവിനെ വിസ്തരിച്ച് കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിക്കുമെന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചു. तो उन्होंने ऐसा विश्वास कर लिया था कि पिलातुस अभी उनसे चर्चा करके यीशु मसीह को मार डालने का वो आदेश दे देगा। രാജാതിരാജാവായ ദൈവത്തിന്റെ പുത്രനായ നസറായനായ കർത്താവ് ഇപ്പോൾ ഇതാ മനുഷ്യന്റെ കയ്യിൽ ഇതാ വിധി കേൾക്കുവാൻ വേണ്ടി നിൽക്കുന്ന അനുഭവമാണ് നാം ഇവിടെ വായിക്കുന്നത്. एक ऐसा समय आ गया जहाँ पे राजाओं के राजा को एक ऐसा वक्त आ गया है कि एक मनुष्य के हाथों उसकी विधि लिखी जा रही है। എന്നാൽ ഇവിടെ മറ്റൊരു വാക്കുകൾ നമുക്ക് വായിച്ചാൽ വേഗത്തിൽ ആ ഭാഗത്തേക്ക് വന്നിട്ട് നമ്മുടെ മുഖ്യ ഭാഗത്തേക്ക് നമുക്ക് വരാം. ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പത്രോസിന്റെ വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നത് 2-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യത്തിലാണ് ആ ചിന്താ വിഷയമുള്ളത്. अब इसी एक और पद को हम पढ़ेंगे जहाँ प्रेरितों की पुस्तक उसके दूसरे अध्याय का 23वां वचन हम पढ़ेंगे। इसी से एक सुपरिचित आयत है। പത്രോസ് ഇങ്ങനെ ഇവിടെ പറയുന്നു. पतरस एक ऐसी बात वहाँ कहता है। 22-ാം വാക്യം ഞാൻ വായിക്കുന്നു. वहाँ 22वां वचन में पढ़ना चाहूंगा। ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ വായിക്കുന്നു, അധർമ്മിയുടെ കയ്യാൽ ഏൽപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ऐसा लिखा हुआ 22 से हम पढ़ना चाहेंगे। हे इस्राएलियों, ये बातें सुनो। यीशु नासरी एक मनुष्य था जिसका परमेश्वर की ओर से होने का प्रमाण उन सामर्थ के कामों और आश्चर्य के कामों और चिन्हों से प्रकट है जो परमेश्वर ने तुम्हारे बीच उसके द्वारा कर दिखाया, जिससे तुम आप ही जानते हो। उसी यीशु को जो परमेश्वर की ठहराई हुई योजना और पूर्व ज्ञान से के अनुसार पकड़वाया गया, तुमने अधर्मियों के हाथ से क्रूस पर चढ़वा कर मार डाला, परंतु उसी को परमेश्वर ने मृत्यु के बंधनों से छुड़ाकर जिलाया। അപ്പൊ ശ്രദ്ധിക്കുന്ന പദത്തിന്റെ അർത്ഥത്തിന്റെ ആഴങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. इन वचनों की गहराइयों को हमको बहुत अच्छे से जानना है। യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു. वहाँ ऐसा लिखा हुआ है कि यीशु मसीह को उसने ठहराई हुई योजना से पूर्व ज्ञान के अनुसार पकड़वाया गया। വായിക്കുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. वहाँ ऐसा लिखा है परमेश्वर ने उसे मृत्यु के बंधनों से छुड़ाकर उसे जिलाया। അപ്പോൾ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ കാണുന്ന ആളുകൾ പറയുന്നു, ആരും ഇല്ലാത്തവനായി അല്ലെങ്കിൽ സഹായിപ്പാൻ ആരും ഇല്ലാതെ ഒരു പാപിയെ പോലെ മരണത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ഒരു വലിയ കുക്കർമിയെ പോലെ നിൽക്കുന്ന യേശുവിനെയാണ് അവിടെ കാണുന്നത്. वैसे यीशु को हम देखते हैं जो कि पिलातुस के सामने एक अभागा मनुष्य और असहाय मनुष्य बनकर खड़ा हुआ है। എന്നാൽ വായിക്കുന്നു, പത്രോസിന്റെ വാക്കിൽ ആത്മാവിൽ നിറഞ്ഞ പത്രോസ് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിര നിശ്ചയത്താലും സംഭവിച്ച കാര്യമാണ്. വാക്യം यहाँ पतरस यहाँ बात कहता है कि यीशु मसीह को परमेश्वर की ठहराई हुई योजना के पूर्व उसे पकड़वाया गया था। അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവിന്റെ കരത്തെ ബന്ധിക്കുവാൻ പീലാത്തോസിന് കഴിഞ്ഞെങ്കിലും യേശുവിന്റെ അധികാരത്തെ ബന്ധിക്കുവാനോ യേശുവിന്റെ തന്റെ മേലുള്ള ആ ശക്തിയെ ഒതുക്കുവാനോ അവിടുത്തെ പുരോഹിതന്മാർക്കോ സൻഹെദ്രീൻ സംഘത്തിനോ കഴിഞ്ഞില്ല എന്നതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. इस वाक्य का एक ही अर्थ है कि यीशु मसीह के ऊपर उन्हें अधिकार मिल सका, लेकिन उसके शक्तियों के ऊपर ना कि पिलातुस को ना ही सनहेद्रीन को अधिकार मिला। വായിക്കുന്നു, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു എന്ന് വായിക്കുന്നു. वहाँ पर लिखा हुआ परमेश्वर ने उसके मृत्यु के बंधनों को खोल दिया। ശ്രദ്ധിക്കണമേ, അപ്പോൾ സൻഹെദ്രീൻ സംഘം ശരീരത്തെ കെട്ടിയെങ്കിലും അല്ലെങ്കിൽ ശരീരത്തെ ബന്ധിച്ച് പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും പക്ഷേ മരണത്തിന്റെ ആ പാശങ്ങളെ അഴിക്കുവാൻ കഴിവുള്ള പിതാവായ ദൈവം തന്റെ പുത്രനെ अड़िचु भले उन्होंने यीशु मसीह के शरीर को उन्होंने बंदी बनाया था, उन्होंने बांधा था, पिलातुस के हाथ में सौंपा था, पिलातुस ने उस पर अधिकार रखा था, लेकिन परमेश्वर ने उस मृत्यु के बंधनों को खोलकर उसे जिला दिया था। 24वें पद में आखिरी लिखा है कि क्योंकि ये अनहोना था कि वह उसके वश में रहता। हमें ശ്രദ്ധിക്കണമേ, അപ്പോൾ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. മനുഷ്യൻ ഒരു
തന്റെ അല്ലെങ്കിൽ യെസ് പീലാത്തോസിന്റെ അധികാര സീമയിൽ ജനിച്ച യേശു കർത്താവിന്റെ ശരീരത്തെ ബന്ധിക്കുവാൻ ശ്രമിച്ച ആമേൻ ഒരു കൂട്ടം അധികാരികളെയാണ് നാം ഇവിടെ കാണുന്നത്. यहाँ ऐसा एक समूह को हम देखते हैं जो कि यीशु मसीह के शरीर को अधिकार में रखने का सामर्थ्य रख रहे थे। എന്നാൽ ആമേൻ നമുക്കറിയാം ദൈവത്തിന്റെ നമ്മുടെ കർത്താവിന്റെ ദൈവിക ശക്തിയെ തൊടുവാൻ അധികാരമില്ലാതിരുന്ന ആ ആമേൻ അധികാരവർഗത്തിന് മുമ്പിൽ യേശു ആമേൻ ജയിച്ചവനായി പുറത്തേക്ക് വരികയാണ്. लेकिन हम जानते हैं कि यीशु मसीह के स्वर्गीय शरीर को छूने का ना ही किसी को अधिकार था। हम जानते हैं कि इस मामले में यीशु उन लोग से विजयी हो गया था। അവൻ ശ്രദ്ധിക്കണമേ, ഇന്ന് ദൈവസഭയ്ക്ക് വിരോധമായ ഒരുപാട് വിരോധങ്ങൾ ലോകത്തിന്റെ മുഴുവൻ നടക്കുന്നു. हम जानते हैं कि आज के दिन में, आज के समय में, आज के पल में कई सारे विरोध की बातें हमारे विरुद्ध उठ रही हैं। ഉത്തരേന്ത്യയിൽ നിരവധി ദേവാസമർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. हमारे उत्तर भारत में कई सारे कलीसिया में उपद्रव हो रहे हैं। നിരവധി ദൈവസഭകളെ ഇതുപോലെ പീലാത്തോസിന് മുന്നിൽ നിൽക്കുന്ന അനുഭവത്തിൽ അവർ നിൽക്കുന്നു. कई सारे सभाओं के अधिपतियों को इसी तरह पिलातुस के सामने खड़ा होना पड़ रहा है। ഒരുപാട് വിരോധങ്ങൾ സഹിച്ച് ആരുമില്ലാത്ത പോലെ ദൈവസഭ പീഡ അനുഭവിക്കുന്നു. कोई ना हो तो एक अभागा सा मनुष्य का सा एक समूह एक फीलिंग कर करके उनके सामने खड़ा होना पड़ रहा है। ഒരുപാട് ദൈവസഭയ്ക്ക് വിരോധമായി കള്ളസാക്ഷികളെ നിർത്തി വിസ്തരിപ്പാൻ ശ്രമിക്കുന്നു. कई सारे ऐसे प्रभु के दास जिनके विरुद्ध में झूठी साक्षी दी जा रही है। എന്നാൽ രാവിലെ ആത്മാവിൽ സന്ദേശം ആളുകളെ ശ്രദ്ധിക്കണമേ. ആമേൻ. നമ്മെ ആരെല്ലാം ബന്ധിക്കുവാൻ ശ്രമിച്ചാലും ഹല്ലേലൂയ ആമേൻ കർത്താവിനെ ബന്ധിക്കുവാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ അതേ കർത്താവിനെ പിന്തുണ ദൈവത്തിന്റെ പൈതലേ രാവിലെ ആത്മാവിൽ ആമേൻ നിറഞ്ഞ് സ്തോത്രം പറയാം. ഒരുപാട് പേർ ശ്രമിച്ചിട്ടും കഴിയാതിരുന്ന ആമേ കാര്യങ്ങൾ ഇന്നും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ ആമേൻ ദൈവം അന്തിമ വിജയം നമുക്ക് നൽകിയിരിക്കുന്നു. കാരണം ആമേൻ നമ്മുടെ കർത്താവ് മരണത്തിന്റെ പാശങ്ങളെ തകർത്ത് പുറത്തേക്ക് വന്ന ജയാളിയാണ്. രാവിലെ ആത്മാവിൽ नाम कार्य മനസ്സിലാക്കട്ടെ. लेकिन हम जानते हैं कि अगर भले ही यहाँ के संसारिक लोगों को अगर हमारे शरीर पर काबू कर सकता है, हमारे शरीर पर अधिकार रख सकता है, लेकिन एक परमेश्वर है जो कि अपने पुत्र को अगर वो बंधनों से छुड़ा सकता है तो हमें भी इन बंधनों से जल्द छुड़ाए, क्योंकि वो परमेश्वर मृत्यु को छुड़ाकर हमें जिलाने वाला है। ഏൽപ്പിച്ചു കൊടുത്തവർ ബന്ധിച്ചു കൊടുത്തവർ വിചാരിച്ചു ഞങ്ങളാണ് ചെയ്തത്. പക്ഷെ നമുക്കറിയാം ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുൻ നിർണയത്താലും ആദ്യമേ സ്വർഗം തീരുമാനിച്ച ആ വലിയ പദ്ധതിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. वहां के समूह के लोगों ने सोचा कि हमने इसे बांध के उसे सौंप दिया है, लेकिन हम वहां पढ़ते हैं कि परमेश्वर की ये इच्छा के अनुसार पूर्व उन्होंने कार्य किया था। ആമേൻ. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മുഴു ഇഷ്ടത്താലുമായിരുന്നു. जो लोगों ने जो यीशु मसीह को पिलातुस के हाथों में सौंपा था वो परमेश्वर की योजना थी। പിതാവായ ദൈവത്തിന്റെ മുൻ ഇഷ്ടത്താലും നിർണയത്താലുമായിരുന്നു. जो भी घटनाएं घटी थी उसको परमेश्वर ने पहले से निश्चित പുരോഹിതന്മാർ വിചാരിച്ചു അവരുടെ പ്രശ്നമായ യേശു കർത്താവ് അവിടെ വെച്ച് അവസാനിച്ചു എന്ന്. वो सनेद्रीन के समूह के लोगों ने सोचा होगा कि यहाँ हमारा जो परेशानी है यीशु मसीह वो खत्म हो गया है। എന്നാൽ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് പുറത്തേക്ക് വന്ന കർത്താവ് ഹല്ലേലൂയ അവിടെ തന്നെ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. हम जानते हैं जैसे, लेकिन पिलातुस की सभा से वो बाहर निकला, यीशु मसीह ने वहीं से अपनी यात्रा शुरू की। ആമേൻ. നമുക്കറിയാം കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ്. जानते हैं कि यीशु मसीह मरने के बाद तीसरे दिन जी उठ करके अपने चेलों को आगे की सेवकाई के लिए तैयार कर रहा था। ദൈവത്തിന്റെ അഭിഷിക്തനായ ദൈവദാസിയെ ഈ കഷ്ടങ്ങൾ നമ്മുടെ ശുശ്രൂഷയുടെ അവസാനമല്ല. प्रभु की दासों, प्रभु की दासियों, हमारे ये कष्ट, हमारा ये दुख, ये हमारे सेवकाई का अंत नहीं। ഈ ബന്ധനങ്ങൾ ശുശ്രൂഷയുടെ അവസാനമല്ല. जो हमारे बंधन है हमारे सेवकाई का अंत नहीं। നമ്മളെ പലരും ഏൽപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ശുശ്രൂഷ അവസാനമല്ല ഈ ഞെരുക്കത്തിന്റെ നിമിഷങ്ങൾ. जो हमें भले के लोगों हम लोग हमें सौंप दे किसी के हाथों में, लेकिन ये घटनाएं हमारे सेवकाई का अंत नहीं है। ആമേ കഷ്ടതയുടെ പോകുന്നത് ദൈവത്തിന്റെ ഹിതമായതുകൊണ്ട് നമ്മെ കൈവിടാത്തൊരു കർത്താവുണ്ട്. നിശ്ചയമായും ഹല്ലേലൂയ ഈ കഷ്ടതകളെ മറികടന്ന് പുറത്തേക്ക് വരും. एक सारे उपद्रव, ये कष्ट परमेश्वर की एक योजना का भाग है। हम इससे होकर गुजरे और परमेश्वर हमें इन सारे बंधनों से निकालेगा। നിശ്ചയമായും നമ്മെ ബന്ധിച്ചവരും നമ്മെ ഏൽപ്പിച്ചു കൊടുത്തവരും നോക്കി നിൽക്കാൻ പുറത്തേക്ക് വരും. हम जानते हैं ऐसा समय आने वाला है, जिन्होंने हमें बांध के सौंपा था वो हमें
बाहर निकलते हुए देखेंगे। നിശ്ചയമായി നിരവധി ആത്മാവിൽ പറയാമോ കർത്താവെ ദൈവത്തിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കായി സ്തോത്രം. आज के दिन प्रभु का धन्यवाद करें। प्रभु साहब की सारी योजनाओं के लिए धन्यवाद। ദൈവത്തിന്റെ പദ്ധതികൾക്കായി നിരവധി നന്ദി പറയാം. प्रभु के सारे इच्छाओं के लिए हम धन्यवाद करें। ആമേ. ദൈവം നമ്മളെ പല വിഷയങ്ങളിലൂടെ കടത്തിവിട്ട് നമ്മുടെ ശുശ്രൂഷയുടെ അവസാനത്തിന് വേണ്ടിയല്ല പിന്നെയോ അധികം മൂർച്ചയോടെ പുറത്തു വരുവാൻ വേണ്ടിയിട്ടാണ്. परमेश्वर हमें कष्ट इसलिए नहीं देखता था कि हमारी सेवका अंत हो, बल्कि और ही धार से वो आगे निकलने पाए। അധികം ശക്തിയോടെ യെരൂശലേം നമുക്ക് ശുശ്രൂഷിക്കണം. अधिक शक्ति के साथ हमें यरूशलेम में सेवकाई को बांटना है। നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുമ്പിൽ ആമേ നിരവധി പേരെ അധികാരത്തോടെ പറഞ്ഞയപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. जिन्होंने हमें दूसरों के हाथों में सौंपा था, उन्हीं के जगह में उन्हीं के सामने हम सेवकाई को सुसमाचार को बांटेंगे। യേശുവിന്റെ കരങ്ങളെയും കാലുകളെയും ബന്ധിച്ചവരുടെ മുമ്പിൽ മരണപാശങ്ങളെ അഴിച്ച് യേശു പുറത്തേക്ക് വരികയാണ്. जिन्होंने यीशु मसीह को पिलातुस के हाथों में सौंपा था, उन्हीं के सामने वो यीशु मसीह मृत्यु के बंधनों को खोलकर जेला जाता है। ശുശ്രൂഷ നിമിത്തമുള്ള എല്ലാ ഭയങ്ങളും ഭാരങ്ങളും നമ്മെ വിട്ട് മാറിപ്പോകട്ടെ. आज के दिन हमारा सारा सेवका के प्रति डर और भय निकलने पाए। ആമേ. നമ്മെ ഏൽപ്പിച്ചു കൊടുത്തവരുടെ മുമ്പിൽ ധൈര്യത്തോടെ വിജയത്തോടെ പുറത്തു വരാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. जो लोग हमें सौंपते हैं उनके सामने वो देखते हुए हम बाहर निकलेंगे। പീലാത്തോസിന്റെ അരമന നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഇടമല്ല. पिलातुस का वो कमरा हमारा सेवकाई, हमारे यात्रा का अंत नहीं है। അവിടെ നിന്ന് നാം പുറത്തേക്ക് വരും. हम एक दिन वहां से बाहर निकलेंगे। അവിടെ നിന്ന് നാം പുറത്തേക്ക് വരും. हम वहां से बाहर निकलेंगे। അതിശക്തിയായി നാം പുറത്തേക്ക് വരും. हम शक्तिशाली रूप में बाहर निकलेंगे। അഭിഷേക നിറവോടെ നാം പുറത്തേക്ക് നടന്നിറങ്ങി വരും. अभिषेक से परिपूर्ण होकर बाहर निकलेंगे। ആമേ. നമ്മെ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ നാം അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യും. हमें जिन्होंने अंत करने की कोशिश किया, हम उनके सामने बाहर निकलेंगे। നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ നടുവിൽ നിന്ന് നാം ശുശ്രൂഷകരെ നിയമിച്ചയക്കും. हम जिन्होंने हमें सौंपा था उनके सामने हम उनको नियमित रूप से चुनेंगे। ഹല്ലേലൂയ. हालेलुया। ഈ കഷ്ടതകളൊന്നും നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല. ये सारे कष्ट हमारी यात्रा का अंत नहीं है। ബന്ധിച്ചവർ നോക്കി നിൽക്കെ നാം ശുശ്രൂഷ ആരംഭിക്കും. जो हमारे बंदी थे, जिन्होंने हमें बंदी बनाया, वो हमें देखेंगे हमारी यात्रा का शुरुआत। യെരൂശലേമിലെ സംഭവിച്ചെങ്കിൽ 2026 നമ്മുടെ ശുശ്രൂഷകളിലും അത് തന്നെ സംഭവിക്കും. अगर यरूशलेम में वो संभव हुआ है तो 2026 में हमारी कलीसिया में वो संभव होगा। ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും അവരുടെ നടുവിൽ നാം തല ഉയർത്തി നടക്കും. चाहे जितने लोगों ने हमें उपद्रव करने की कोशिश की, पर हम उन सब से बाहर निकलेंगे। ഇന്ന് രാവിലെ ആത്മാവിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറയാൻ കർത്താവേ ദൈവത്തിന്റെ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. प्रभु का धन्यवाद करें। प्रभु तेरे वचनों का धन्यवाद। അതെ. ആമെ. ഏൽപ്പിച്ചു കൊടുത്തു. ബന്ധിച്ച് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. वहाँ पढ़े थे कि हमें यीशु मसीह को बांध करके सौंपे हुए लोग। ശരീരത്തെ ബന്ധിച്ചവർ നോക്കി നിൽക്കെ മരണപാശങ്ങളെ അഴിച്ച് ദൈവപുത്രനായ നസ്രയൻ പുറത്തേക്ക് വരികയാണ്. यीशु मसीह को शारीरिक रूप में बांधे जो लोग थे, उन्होंने देखा यीशु मसीह को स्वर्गीय रूप धारण करके। ഈ നാമത്തെ വിരോധമായിട്ട് ആരെല്ലാം വിരലുയർത്തിയോ അവരെല്ലാം പരാജയപ്പെട്ട ചരിത്രമാണ് നാം വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രത്തിലും വായിക്കുന്നത്. अपने इतिहास में देखते हैं जितने लोगों ने इस नाम को चढ़ाई करने की कोशिश की, वो सब हार गए थे। ആമെ. എല്ലാവരും പരാജയപ്പെട്ടു. वो सब हार गए थे। ആമെ. റോമൻ ഗവൺമെന്റ് പരാജയപ്പെട്ടു. रोमी सरकार हार गई थी। യഹൂദ മത നേതാക്കന്മാർ പരാജയപ്പെട്ടു. यहूदी मतदाता सब हार गए थे। ചരിത്രത്തിൽ ദൈവസഭയ്ക്ക് വിരോധമായി അവരെല്ലാം കാലാവശേഷമായി. परमेश्वर इतिहास में हम देखते हैं परमेश्वर कलीसिया की ओर जो भी हाथ बढ़ाया वो सारे पराजय हो गए थे। എന്നാൽ ഇന്നും ദൈവസഭ നാം തല ഉയർത്തി നിൽക്കുകയാണ്. लेकिन आज भी हम परमेश्वर कलीसिया सर को उठाए हुए खड़े हुए हैं। ആമേ. നാം ദൈവിക ശക്തിയെ പ്രാപിച്ചവർ. हम परमेश्वर की सामर्थ पाए हुए लोग। ആമേ. നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ളവരാരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. हमें पराजित करने वाली ऐसे कोई भी मनुष्य इस भूमि पैदा नहीं हुआ है। രാവിലെ ആത്മാവിൽ പറയാമോ ആമേൻ കർത്താവേ ആമേ നീ എന്നെ ജയത്തിനായി വിളിച്ചതിനായി സ്തോത്രം. प्रभु को धन्यवाद करें। प्रभु मुझे जय दिलाने के लिए धन्यवाद। ആമേൻ. ബാക്കി നാം വായിച്ചുവല്ലോ. യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. वहाँ ऐसा लिखा हुआ है कि यीशु मसीह को बांध के वो ले गए। യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. यीशु मसीह को सौंप दिए। എന്നാ അതിന്റെ അർത്ഥം എന്താ? ഏൽപ്പിച്ചു കൊടുത്ത നമുക്ക് ഇവനെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു കയ്യിലേക്ക് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യഹൂദന്മാരെയാണ് നാം കാണുന്നത്. सौंप दिए गए, ये मतलब है कि यहूदी ये कहना चाह रहे थे कि हमें ये मनुष्य नहीं चाहिए। ആമേ. മുഴു ലോകത്തിന് വേണ്ടി പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത പുത്രനായ കർത്താവിനെ യഹൂദന്മാർ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ്
ആമേ ഏൽപ്പിച്ചു കൊടുത്ത ചിത്രമാണ് നാം ഈ വാക്യത്തിൽ വായിച്ചത്. इस संसार में परमेश्वर ने अपने पुत्र को इसलिए भेजा था कि ताकि लोग ही मदद करें, लेकिन ये यहूदी कहते हैं कि हमें ये नहीं चाहिए। നമ്മെ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും ഏൽപ്പിച്ചു കൊടുത്താലും ഉപേക്ഷിക്കാത്തൊരു നാഥനെയാണ് നാം സേവിക്കുന്നത്. हमें चाहे जितने भी लोग हमें छोड़ दे, हमें त्याग दे, हमें साथ ना दे, लेकिन हमें हमारा त्यागने वाला कभी एक परमेश्वर हमारे ഒരു साथ, നാൾ ഉപേക്ഷിക്കാത്ത കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. कभी ना त्यागने वाला परमेश्वर की हम सेवकाई करते हैं। അതുപോലെ നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. आज के दिन हमारा मन को हम स्थिर करें, ഈ ഭീഷണികളെ കേട്ട് നാം ഭയപ്പെടുന്നവരല്ല. इन सारे धमकियों को सुनकर हम डरे ना। യഹൂദന്മാരുടെ ആമേ ചിന്തകളെ ഓർത്തവരുടെ പ്രവൃത്തികളെ കണ്ട് മനം കലങ്ങാ ധൈര്യമായിട്ട് പറയാം, ആമേൻ, ഞാൻ നാളെ അധികാരത്തോടെ പുറത്തു വരും. यहूदी मतदाताओं का सामूहिक अधिकार को देख के डरे ना, पर कि ये बोले कि हम एक दिन अधिकार करेंगे। പ്രാർത്ഥനയോടെ സന്ദേശം ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ശുശ്രൂഷയുടെ പുതിയൊരു ഒരു ലെവലിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പിലാത്തോസിന്റെ അരമനയിൽ നിൽക്കുന്നത്. हमें हम प्रार्थना पूर्वक बैठेंगे, हम समझेंगे कि हम जो आज जो पिलातुस के सामने खड़े हैं, इसका कारण ये है कि हमें एक दिन बहुत ही धारशाली होकर हम बाहर निकलेंगे। അധികാരത്തിന്റെ പുതിയൊരു സീമയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നാം നിൽക്കുന്നു പീലാത്തോസിന്റെ അരമനയിൽ. अधिकार के जो सीमा है उसकी चरम सीमा पर पहुंचकर हम खड़े होने के लिए हम तैयार हो रहे हैं इस पिलातुस के सामने। രാവിലെ ധൈര്യത്തോടെ പറയാമോ, കർത്താവേ, ഈ പീലാത്തോസിന്റെ അരമനയ്ക്കായി സ്തോത്രം. आज के दिन हम पिलातुस की इस कमरे के लिए हम धन्यवाद करें। ആമേൻ. നന്ദിയോടെ പറയാൻ, കർത്താവേ, ഈ പ്രതികൂലങ്ങൾക്കായി സ്തോത്രം. परमेश्वर को बोले कि हाँ प्रभु, इस प्रतिकूल अवस्था के लिए धन्यवाद। ആമേൻ. പലപ്പോഴും സ്വതം പറയാമോ, ഈ ബന്ധനങ്ങൾക്കായി കർത്താവേ നന്ദി പറയുന്നു. प्रभु इन बंधनों के लिए धन्यवाद करते हैं। എന്നെ ഏൽപ്പിച്ചു കൊടുത്തവർക്കായി നന്ദി അപ്പാ. प्रभु जिन्होंने मुझे सौंपा है उन्हें के लिए धन्यवाद। എന്നാൽ അവിടെ എല്ലാം മുമ്പിൽ നാം തല ഉയർത്തി മടങ്ങി വരും. एक दिन ऐसा आएगा, हम उन सर उठाकर उनके सामने से होकर आएंगे। ദൈവദാസനെ നീ ഭയപ്പെടരുത്. प्रभु की दास आप डरे ना। ദൈവദാസിയെ ആ ക്ഷീണങ്ങൾ മാറട്ടെ. प्रभु की दासी वो भय आपका हटने पाए, നിരാശകൾ മാറിപ്പോകട്ടെ. आपकी निराशा हट जाए। രാവിലെ ആത്മാവിൽ പറയണം, പീലാത്തോസിന്റെ അരമന പുറത്തു. बोले पिलातुस की उस जगह से हम जल्दी बाहर निकलने वाले हैं। ആമേൻ. എന്റെ കൈ കഴുകിയിട്ട് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ച് പീലാത്തോസിനെയാണ് നാം അടുത്ത വാക്യങ്ങൾ വായിക്കുന്നത്. यहाँ देखते हैं कि पिलातुस बाद में जाकर यीशु मसीह को क्रूसारोपण के लिए सौंप देता है। ആമേൻ. അതിനുശേഷം ആമേൻ പുരുഷാരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നു. हम पढ़ते हैं कि बाद में उसने भीड़ के हाथों में यीशु मसीह को सौंप दिया। സൈനികർ യേശുവിനെ മർദ്ദിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് സ്വീകരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. हम पढ़ते हैं कि यीशु मसीह को सैनिक लोगों ने मारते हुए स्वीकार किया। അല്പസമയത്ത് ക്രൂരമായ പീഡനം കർത്താവ് കടന്നു പോകേണ്ടി വന്നു. यीशु मसीह को कुछ समय के लिए बहुत ही दर्द पूर्वक समय से गुजरना पड़ा। ക്രൂശിനെ യേശു കർത്താവ് ആമേൻ അതേ സ്വീകരിക്കേണ്ടതായി വന്നു. ആമേ കർത്താവിനെ സ്വീകരിച്ചു. यीशु मसीह ने उस क्रूस को स्वीकार किया। അല്പസമയത്തേക്ക് സ്വർഗം മൗനമായിരുന്നു. कुछ समय के लिए स्वर्ग मौन बैठा रहा। ആമേ സ്വർഗദൂതന്മാരുടെ യാതൊരു ചലനങ്ങളും കാണുന്നില്ല. स्वर्गदूतों का कोई भी चलन हम वहां नहीं देखते। സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. स्वर्ग से एक भी आवाज नहीं आई। നമുക്കറിയാം, ആമേൻ, അതിനുശേഷം ഒരു വലിയ ഉണർവിന്റെ ഉയർപ്പിന് ദിനമാണ് സംഭവിക്കുന്നത്. लेकिन हम जानते हैं कि उसके बाद एक बहुत ही एक ऊर्जा का दिन आने वाला था। ആമേൻ. ചില സൈലൻസുകളെ കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. उस शांत पूर्वक समय को हम देखकर डरे ना। ആമേൻ. നാം ആമേൻ പരാജയപ്പെട്ടതിന് ലക്ഷണമല്ല ആ സ്വർഗത്തിലെ സൈലൻസ്. वो जो स्वर्ग की जो एक शांत होने का जो समय था, हमारा पराजय का वो उत्तर नहीं है। ഒരു വലിയ ഉണർവിന്റെ ദിനങ്ങൾ एक बहुत ही ऊर्जा उनका दिन आने वाला है। ആമേൻ. നാം അധികാരത്തിലേക്ക് വരും. हम आजाद वाले हैं। ധൈര്യാത്മാൽ പുറത്തേക്ക് വരും. हम अपने धैर्यशालियों बनकर आगे बढ़ने वाले हैं। കല്ലുകളെല്ലാം ഉരുണ്ടു മാറും. सारे पत्थर हमारे सामने से हटने वाले हैं। വിരോധത്തിന്റെ സൈന്യങ്ങൾ ഓടി മാറും. विरोधी की सेना हमारे सामने से भागने वाली है। കാവൽക്കാർ മരിച്ചവരെ പോലെയാകും. जो हमारे जो सैनिक थे, जो हमारी रक्षा करने के लिए खड़े थे, हमारी देखभाल करने के लिए खड़े थे, वो मृत्यु के समान बन जाएंगे। ആമേൻ. പുറത്തു വരരുന്ന് പറഞ്ഞ് മുദ്രയിട്ട് വെച്ച മുദ്രകളെല്ലാം തകർന്നു മാറും. बाहर ना निकलने का मुहर लगाने वाले सारे वो पत्थर हटने वाले हैं। മരിച്ചു എന്ന് പറഞ്ഞ് ആമേ അവരുടെ തീരുമാനം, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അറിവുകൾ മാറ്റി എഴുതപ്പെടും. मर गया हुआ एक मनुष्य का उनकी मानसिकता जल्दी हटने वाली है। യെരൂശലേമിൽ ചരിത്രം, പുതിയൊരു ചരിത്രം എഴുതപ്പെടും. यरूशलेम की इतिहास में एक नए पन्ने जुड़ने वाले हैं। ആമേ. ശ്രദ്ധിക്കുക, പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവസാനിച്ച ചരിത്രമല്ല ക്രിസ്തീയ ചരിത്രം. हमें पिलातुस के उस एक चार दीवारी के अंदर यीशु मसीह की सेवकाई खत्म नहीं हुई थी। അവിടെ വെച്ച് ആരംഭിച്ച ചരിത്രമാണ് നമ്മുടെ ചരിത്രം. हमारी एक इतिहास जो है वो वहां से चलने वाले इतिहास है। നമ്മളെ ഒതുക്കുവാൻ വേണ്ടി കൈ നീട്ടിയവർ
പരാജയപ്പെട്ട ചരിത്രമാണ് സുവിശേഷത്തിന്റെ ചരിത്രം. सुसमाचार का जो इतिहास है वो कहता है कि जिन्होंने हम पर चढ़ाई की वे सब हार गए. ബന്ധിച്ചു കൊടുത്തവരും ഏൽപ്പിച്ചു കൊടുത്തവരും നോക്കി നിൽക്കെ ജയിച്ചവനായി ഉയർത്തവനായി ജയാളിയായി യേശു നടന്ന് പുറത്തേക്ക് വരികയാ. जो बांधे और यीशु मसीह को सौंपे थे वो उनकी आंखों के सामने यीशु मसीह एक जयवंत होकर बाहर आया. ഹല്ലേലൂയ. हालेलुया. ആമ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കഷ്ടങ്ങളൊന്നും ആമ എന്നെ ഒതുക്കുവാൻ പര്യാപ്തമല്ല. आज के दिन आत्मा में क्या है, प्रभु कष्ट और उपद्रव मुझे कभी ठिकान नहीं सकती. ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ ഈ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. मृत्यु के बंधनों को खोल करके बाहर निकलने वाले की हम आराधना करते हैं. അതേ ആത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ഈ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. वही आत्मा जो यीशु मसीह को मृत्यु में से जिलाया, वही आत्मा हमें मिला है. അതേ ആത്മാവിനെ ധരിച്ചുകൊണ്ടാണ് നാം സൂക്ഷിക്കുന്നത്. वही आत्मा को हम धारण किए हुए सुसमाचार को बांटते हैं. ദൈവദാസനെ ഇന്ന് മകൾ മനസ്സുറച്ചിരിക്കട്ടെ. प्रभु के दास आज के दिन हमारा मन हम स्थिर रखें. ആമേ നമ്മുടെ ആമേ ഉള്ളിൽ വലിയൊരു ആനന്ദം ദൈവം രാവിലെ പകരട്ടെ. हमारे दिल में आज एक बहुत ही बड़ा आनंद से भरने ഈ पाए. കഷ്ടതകളും ഞെരുക്കങ്ങളും നിയമങ്ങളെ മാറ്റിയതൊന്നും നമ്മുടെ ശുശ്രൂഷ അവസാനമല്ല. ये कष्ट उपद्रव हमारी सेवकाई का अंत नहीं है. ആമേ നാമേ പുറത്തേക്ക് വരുന്ന ഒരു ദിനമുണ്ട്. ऐसा दिन आने वाला है, हम बाहर निकलने वाले हैं. പുനരുത്ഥാനത്തെ ശക്തിയോടെ നാം പുറത്തേക്ക് വരും. पुनरुत्थान की सामर्थ्य पाकर हम बाहर निकलने वाले हैं. നമ്മെ തള്ളിക്കളഞ്ഞവർ നമ്മെ സ്വീകരിപ്പാൻ വേണ്ടി കാത്തു നിൽക്കും. हमें जो धोखा देकर हमें छोड़ दिए थे, हमारा इंतजार करेंगे. നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നു, പുരോഹിതന്മാരിലും വലിയൊരു സമൂഹം ഈ മാർഗത്തിന്റെ ഭാഗമായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. जानते हैं कि पुरोहित लोगों की बहुत ही बड़ी संख्या में लोग इस सेवकाई के शामिल हुए. അവനെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ചവർ ഈ നാമത്തിന്റെ വക്തായി മാറി എന്നാണ് നാം പിന്നീട് വായിക്കുന്നത്. क्रूस पर चढ़ा वो कहने वाले लोग इसी सुसमाचार के भागी होने पाए. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല ദൈവത്തിന്റെ പൈതലേ. प्रभु के दासों, ये हमारे जो कष्ट है वो कोई दिक्कत नहीं. ആമേൻ. ദൈവം നമുക്ക് ഭാവി ഒരു ശുഭഭാവിയാണ്. जो परमेश्वर ने भविष्यवाणी चुना है वो एक सुनहरा भविष्य है. ആമേൻ. രാത്രി മുഴുവൻ വിസ്തരിച്ചവർ ആമേൻ അവിടെ വെച്ച് യേശുവിനെ പറഞ്ഞു വിടാതെ ആമേൻ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവസാനിക്കാതെ കല്ലറയെ തുറന്ന് പുറത്തേക്ക് വന്ന് ശുശ്രൂഷ ആരംഭിച്ച നസറയന്റെ ചരിത്രമാണ് ഇന്ന് രാവിലെ നാം ആത്മാവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. रात भर प्रयास करने के बाद उसने हाकिमों के हाथ में सौंप दिया यीशु मसीह को. उस चार दीवारी के अंदर सामर्थ्य खत्म नहीं हुआ, बल्कि वो बाहर आकर मृत्यु के बंधनों को खोलकर उस पत्थर को हटाकर वो बाहर निकलने वाले की सामर्थ्य है. ആമേൻ. നാം പലതും ആരംഭിക്കുവാൻ പോകുന്നു. हम बहुत सारी चीजें शुरू करने वाले हैं. ആമേൻ. യെരൂശലേമിൽ വലിയ ആത്മീക ശുശ്രൂഷ നാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. यरूशलेम की कलीसिया में हम बहुत ही बड़ी सामर्थ्य रूप से कार्य को शुरू करने ही वाले हैं. നമ്മെ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ വെച്ച് നാം പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കും. हमारा अंत करने वाले लोगों के सामने हम अपनी कलीसिया को शुरुआत करेंगे. രാവിലെ ആത്മാവിൽ പറയാമോ, ആമേൻ, ഈ അരമനയിൽ വെച്ച് ഞാൻ ചില പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ വേണ്ടി തുടക്കമിടുകയാണ്. आज के दिन आप हमें कहे, प्रभु इस चार दीवारी के अंदर मैं अपनी कलीसिया अपनी यात्रा को शुरुआत करता हूँ. ഹല്ലേലൂയ. हालेलुया. ആമേൻ. നാം അവസാനിപ്പിക്കുന്നവരല്ല, നാം പലതും ആരംഭിക്കുന്നവരാണ്. हम हमारा जो अंत करने वाले हैं उनके सामने हम कई सारी चीजों को शुरुआत करने वाले हैं. അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ വെച്ച് പലതും പല ശുശ്രൂഷ നാം ആരംഭിക്കുന്നവരാണ്. हम जो लोग हमारे अंत करने वाले हैं, हम अंत करना चाहते थे, उनके सामने हम कई सारी चीजों का शुरुआत करेंगे. സ്തോത്രത്തോടെ പറയാമോ, കർത്താവേ, ഈ ശുശ്രൂഷകൾക്കായി സ്തോത്രം. परमेश्वर को धन्यवाद करें. प्रभु इस सेवकाई के लिए धन्यवाद. ആമേൻ. നമ്മെ ആർക്കും പരാജയപ്പെടുന്ന ദൈവം അധികാരം കൊടുത്തിട്ടില്ല. प्रभु हमको किसी को हमें कोई हरा नहीं सकता है. ഈ നാമത്തിന് വിരോധമായി കൈവർത്തരുന്ന മുമ്പിലെല്ലാം ഇന്ന് ശക്തിയോടെ ശുശ്രൂഷ ചരിത്രമാണ് നമുക്കുള്ളത്. हम जानते हैं जितने लोगों ने इस नाम के विरुद्ध साक्षी उठाई थी, आवाज उठाई, उनसे वो सब पराजित हो गए थे. ഹല്ലേലൂയ. हालेलुया. അത് കേരളമായാലും മഹാരാഷ്ട്രയായാലും ഉത്തർപ്രദേശ് ആയിരുന്നാലും നാം അത് തന്നെ ചെയ്യും. चाहे वो केरल हो, चाहे महाराष्ट्र हो, चाहे उत्तर प्रदेश हो, हम वही नाम की आराधना करते हैं. ആമേൻ. നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചവരാണ്. परमेश्वर ने हमें बहुत सारी कार्यों को करने के लिए बुलाया है. ആമേൻ. ബന്ധിച്ചവരും നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തവരുടെ മുമ്പിൽ നാം ശുശ്രൂഷിക്കും. हमें जिन्होंने बांधा था, हमें जिन्होंने सौंपा था, उनके सामने हम अपनी सेवकाई करेंगे. നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ നാം തല ഉയർത്തി നടക്കും. हमें जिन्होंने निंदा की थी, हमारी उनके सामने हम सर उठाकर चलेंगे. നമ്മുടെ മരണം കാത്തു നിന്നവരുടെ മുമ്പിൽ നാം പുനരുദ്ധാനത്തെ ശക്തിയോടെ മടങ്ങി വരും. हमारा मृत्यु जो करना चाहते थे, उनके सामने हम पुनरुत्थान की सामर्थ्य पाएंगे. അവസാനിച്ചു എന്ന് വിധിയേതരുടെ മുമ്പിൽ നാം പല കാര്യങ്ങളും തുടങ്ങിക്കൊണ്ട് ആരംഭമിട്ടുകൊണ്ട് നാം പുറത്തേക്ക് വരും. जितने लोगों ने हमारा अंत सोचा था, उनके सामने हम नई शुरुआत लाएंगे. ഹല്ലേലൂയ. हालेलुया. ആമേൻ. ദൈവം നമ്മളെ
സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे, എല്ലാ ക്ഷീണവും മാറിപ്പോകട്ടെ. हमारे अंदर का सारा भय डर निकलने पाए। പീലാത്തോസിന്റെ മുമ്പിൽ നാം ഭയപ്പെടുന്നവരല്ല. पिलातुस के सामने हम डरने वाले नहीं हैं। ആമേൻ. ഈ മരണം നമ്മുടെ അവസാനമല്ല. ये मृत्यु हमारा अंत नहीं है। ആമേൻ. ഈ കാൽവരി നമ്മുടെ ശുശ്രൂഷയുടെ അവസാന പോയിന്റ് അല്ല. ये कलवरी हमारा यात्रा का अंत नहीं है। ആമേൻ. നാം അവിടെ വെച്ച് ആരംഭിക്കുകയാ. हम वहीं से शुरुआत कर रहे हैं। ആമേൻ. ഈ കഷ്ടതകൾ നമ്മളെ പുതിയ സൃഷ്ടിക്ക് വേണ്ടി ഒരുക്കുകയാണ്. ये कष्ट जो उपद्रव है हमें नए आगे की सेवकाई के लिए तैयार कर रही है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। 27 അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം. 27वें अध्याय का दूसरा वचन, യേശുവിനെ ബന്ധിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. यीशु मसीह को उन्होंने बांध के सौंप दिया। ബന്ധിക്കപ്പെട്ടവനായ യേശു കർത്താവിനെ പീലാത്തോസ് സ്വീകരിക്കുന്നു. और बांधे हुए यीशु मसीह को पिलातुस ने स्वीकार किया। ആമേൻ. യേശുവിനെ വിട്ടുകൊടുക്കാതെ യേശുവിനെ അതെ ഫ്രീ ആയി വിടാതെ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ്. पिलातुस जो यीशु मसीह को जांच करके परख करके जो भीड़ के हाथों में सौंप दिया हुआ पिलातुस। എന്നാൽ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ യേശു കർത്താവ് നിരപരാധിയായിരുന്നു. लेकिन हम जानते हैं स्वर्गीय न्यायालय के सामने यीशु मसीह निर्दोष था। ആമേൻ. യേശു കർത്താവിനെ സ്വർഗം ഫ്രീ ആയി വിടുകയാ. स्वर्ग ने यीशु मसीह को खुला छोड़ दिया। അധികാരത്തോടെ അഭിഷേകത്തോടെ ദൈവകൃപയോടെ अधिकार के साथ और कृपा के साथ यीशु मसीह को भरने दिया। കൂടെ നിന്നവരെ അഭിഷേകത്തിന്റെ പുതിയ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. यीशु मसीह ने अपने साथ वाले लोगों को एक अपने अनुग्रह की चरम सीमा में पहुंचा करके स्वर्गारोहण लिया। എല്ലാവരും ആത്മാവിൽ പറയാമോ? കഷ്ടസഹിക്കുന്ന ദൈവത്തിന്റെ ദാസനെ നാം അനേകർക്ക് നന്മയെ മാറാൻ പോവുകയാ. आज की आत्मा में कहे, प्रभु हम कष्ट झेलने वाले सारे प्रभु के दासों, हम दूसरों के लिए आशीष कारण बनने वाले हैं। സുവിശേഷത്തിന് വേണ്ടി ഞെരുക്കം സഹിക്കുന്ന അഭിഷിക്തനെ ഒരുപാട് പേർക്ക് നാം അഭിഷേകത്തിന് കാരണമായി തീരുന്നവരാണ്. सेवकाई के लिए दर्द सहने वाले प्रभु के दासों, हम दूसरों के लिए बहुत ही अनुग्रह का कारण बनने वाले हैं। നിരവധി പേരെ അഭിഷേകം ചെയ്തിട്ടേ നാം ഇവിടെ നിന്ന് മടങ്ങൂ. कई सारे लोगों को अभिषेक करके हम यहाँ से वापस लौटेंगे। ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയൊരു തലമുറ ഒരുക്കിയിട്ടേ നാം ഇവിടുന്ന് യാത്ര തിരിക്കൂ. सेवकाई के लिए हम नए एक पीढ़ी को हम तैयार करके ही जाएंगे। ആമേൻ. രാവിലെ ആത്മാവിൽ പറയാമോ? കർത്താവേ, ഈ ഞെരുക്കങ്ങൾക്കായി സ്തോത്രം. आज के प्रभु को धन्यवाद करें। प्रभु इन समस्याओं के लिए ഈ धन्यवाद। കഷ്ടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, सारे कष्ट लोग कष्ट का धन्यवाद करते എല്ലാ हैं। വിരോധങ്ങൾക്കായി സ്തോത്രം. सारे विरोध की चीजों का धन्यवाद। ആമേൻ. ദൈവത്തിന് ഇഷ്ടമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. परमेश्वर की इच्छा के अनुकूल प्रतिरूप कोई बातें नहीं हो रही। ആമേൻ. ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുൻനിർണയത്താലും സ്ഥിര നിശ്ചയത്താലും മുൻനിർണയത്താലും നടന്ന സകലത്തിനായി സ്തോത്രം. परमेश्वर की इच्छा के अनुसार हुई सारी बातों के लिए हम धन्यवाद करते നാം ഒരു കുകർമിയെ പോലെ മരിക്കുന്നവനല്ല, പുത്രനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. हैं। हम कुकर्मी के समान मरने वाले हैं, पर हम एक पुत्र के सामने पुत्र के समान जिलाए जाएंगे। ആമേൻ. പുത്രനെ പോലെ ഉയർത്തെഴുന്നേൽക്കും. हम पुत्र के समान हम उजिलाए जाएंगे। സ്വതം പറയാമോ? ഇന്ന് ഈ രാവിലെ എല്ലാ ഞെരുക്കങ്ങൾക്കായി സ്വതം പറയാം. प्रभु आज के दिन हम सारे हमारे कष्टों का हम धन्यवाद करें। ഈ വെല്ലുവിളികൾക്കായി ഭീഷണികൾക്കായി സ്വതം പറയാം. इन सारे हमें भड़काने वाली, हमें डराने वाली बातों के लिए हम धन्यवाद करें। തള്ളി പറഞ്ഞവർക്കായി സ്വതം പറയാം. हमें जिन्होंने निंदा की थी, हमें धोखा दिए थे, उन सबका हम धन्यवाद करें। കാരണം കൂടാതെ നമ്മളെ ബന്ധിച്ചവർക്കായി സ്വതം പറയാം. हमारे साथ खड़े हुए हमारे हमारे हमारा हमको बांधे हुए लोग के लिए हम धन्यवाद करें। നിശ്ചയമായി നാം പുറത്തേക്ക് വരും. निश्चित रूप से हम बाहर निकलेंगे। സാധാരണക്കാരനായിട്ടല്ല, ദൈവത്തിന്റെ പുത്രനായി നാം മടങ്ങി വരും. एक साधारण मनुष्य के समान नहीं, बल्कि परमेश्वर के पुत्र के समान हम बढ़े। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഈ പീലാത്തോസിന്റെ ആരംഭന ശുശ്രൂഷയുടെ അവസാനമല്ല, ഇത് ആരംഭമാണ്. ये पिलातुस के अंदर की चार दीवारी के अंदर हमारा ये यात्रा का समाप्त नहीं, बल्कि शुरुआत है। ആത്മാൽ പറയാമോ? ആമേൻ. ഈ ദിവസങ്ങളിലെ കഷ്ടതകൾ മാറി നാം പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ മടങ്ങി വരും. आत्मा में कहे कि आज के दिन की जो कष्ट है, एक दिन हमारे आशीष का कारण हमारी शुरुआत बनेगा। എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. हम सारे बातों के लिए धन्यवाद നമുക്ക് करते हैं। തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. हम आपस में हमें प्रार्थना में याद रखते നാം हैं। ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങാം. हम साथ में आगे बढ़ेंगे। ഈ കഷ്ടതകളെല്ലാം മാറും. ये हमारे सारे कष्ट हटने ഈ वाले, ഞെരുക്കം മുഴുവൻ നീങ്ങിപ്പോകും. ये हमारी सारी बाधाएं हटने ഈ वाली, ബന്ധനങ്ങളെല്ലാം അഴിയും. हमारे बंधन सारे टूटने वाले हैं। നമ്മെ ഏൽപ്പിച്ചു കൊടുത്തവരെല്ലാം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. हमें जिन्होंने सौंपा था वो हमारा स्वीकार करने के लिए तैयार रहेंगे। യെസ്. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता God करे। bless you all. प्रभु आपको आशीष करे। നമ്മളോട് പ്രാർത്ഥിക്കാം. हम आपस में प्रार्थना में याद रखें। ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. परमेश्वर में बल से भरे, ധൈര്യമായി മുമ്പോട്ട് പോകാം. धैर्यवान बन के आगे बढ़े। നമ്മളെല്ലാം കർത്താവ് സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all. प्रभु आपको आशीष करे। ആമേൻ. आमीन।